റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF പിന്തുണയുള്ള പൊതു സ്വതന്ത്രനെ ഇറക്കാൻ ജമാഅത്തെ ഇസ്ലാമി. പേരാമ്പ്രയും പെരിന്തൽമണ്ണയുമാണ് പരിഗണിക്കുന്ന മണ്ഡലങ്ങൾ. കോൺഗ്രസിനകത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുള്ളവരെയും സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നുണ്ട്. വെൽഫെയർ പാർട്ടിയുടെ പേരിൽ മത്സരിക്കേണ്ടെന്നാണ് ധാരണ. VS രഞ്ജിത്ത് ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകും. മുബഷീർ ഈ വിഷയത്തിൽ ഉള്ള ലീഗ് നിലപാടും പ്രേക്ഷകരെ അറിയിക്കും. VS രഞ്ജിത്തും മുബഷീറും നമുക്കൊപ്പം ചേരുന്നു. VS രഞ്ജിത്ത്, നിലമ്പൂരിൽ തുടങ്ങിയതാണ്, അതിപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ധാരണയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പൊതു സ്വതന്ത്രനെ നിർത്തുക. UDFന്റെ സഖ്യകക്ഷിയായി മാറാൻ ഇപ്പോൾ വെൽഫെയർ പാർട്ടിയില്ല. എന്നാൽ കോൺഗ്രസിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമിക്ക് താല്പര്യമുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ പിന്തുണയ്ക്കും ഒരു മണ്ഡലത്തിൽ എന്നുള്ളതാണോ ഇപ്പോഴത്തെ ധാരണ? VS രഞ്ജിത്ത്. ഡോക്ടർ അരുൺകുമാർ, ഈ നിലമ്പൂരിന് ശേഷം CPM വലിയ തോതിൽ ജമാഅത്തെ ഇസ്ലാമി UDF ബന്ധത്തെ എടുത്ത് അതിനെതിരെ വിമർശനം ഉന്നയിക്കുമ്പോൾ അത് ഒരുപക്ഷെ നിലമ്പൂരിൽ UDFന് പ്രതികൂലമായി ബാധിച്ചിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതുപോലെ ആയിരിക്കണമെന്നില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ. അതുകൊണ്ട് തന്നെ UDFനകത്ത് വലിയ ഒരു ആശയക്കുഴപ്പം, ഇവരുമായുള്ള ധാരണ, നീക്കുപോക്ക്, സഖ്യം, അസോസിയേഷൻ, ഇതൊക്കെ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമുണ്ട്, ഒരു ആശയക്കുഴപ്പമുണ്ട്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ നിരസിക്കുക എന്നുള്ള അജണ്ട ഈ ഘട്ടത്തിലില്ല. അതുകൊണ്ട് തന്നെ ഒരു നീക്കുപോക്ക്, ഒരു ധാരണ ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് സ്വാധീനമുള്ള മേഖലകളിൽ അവരുടെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നു, അവരുടെ അന്തർധാരയിൽ അവരെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് ആ വാർത്ത നമ്മൾ ഇന്നലെ കൈകാര്യം ചെയ്തിരുന്നു. അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു ഉപാധിയുണ്ട്. അവർ നിരുപാധികം പിന്തുണയ്ക്കുകയല്ല, അവരുടെ പിന്തുണ അതിൽ നീക്കുപോക്കായി, ധാരണയായി സഖ്യമല്ലാതെ തുടരും. പക്ഷേ ആ സഖ്യമല്ലാത്ത കൂട്ടുകെട്ടിൽ ജമാഅത്തെ ഇസ്ലാമി ആവശ്യപ്പെടുന്ന ഏക ഉപാധി എന്ന് പറയുന്നത് അവർ തീരുമാനിക്കുന്ന, അവർ നിർദ്ദേശിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ പൊതു സ്വതന്ത്രനായി അവർക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ, ഉദാഹരണത്തിന് കോഴിക്കോടാണെങ്കിൽ ചങ്ങരോത്ത് പഞ്ചായത്തിലൊക്കെ അവർക്ക് നല്ല സ്വാധീനമുണ്ട്. ആ പഞ്ചായത്ത് ഉൾപ്പെടുന്ന പേരാമ്പ്ര പോലുള്ള മണ്ഡലങ്ങൾ, അതുപോലെ മങ്കട ഭാഗത്ത്, പെരിന്തൽമണ്ണ ഭാഗത്തൊക്കെ ഇവർക്ക് വലിയ സ്വാധീനമുള്ള മേഖലയാണ്. അപ്പോൾ അത്തരം മേഖലകളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ താല്പര്യം കൂടി പരിഗണിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുക എന്നുള്ളതാണ്. അതൊരു പക്ഷേ വെൽഫെയർ പാർട്ടിക്കാരനോ ജമാഅത്തെ ഇസ്ലാമിക്കാരനോ ഒന്നും ആയിക്കൊള്ളുന്നില്ല. പേര് കൊണ്ട് പോലും ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണയ്ക്കുന്ന ഒരാൾ ആയിരിക്കണം എന്നില്ല. അങ്ങനെയല്ലെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് ഒരു ദളിത് ന്യൂനപക്ഷ രാഷ്ട്രീയത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു പൊതു സ്വതന്ത്രനെ മത്സരിപ്പിക്കുക എന്നുള്ളതാണ്. അത് വെൽഫെയർ പാർട്ടിയുടെ ചിഹ്നത്തിലായിക്കൊള്ളണമെന്നുമില്ല. അങ്ങനെ വെൽഫെയർ പാർട്ടിയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും താല്പര്യം സംരക്ഷിക്കുന്ന ഒരാളെ മത്സരിപ്പിക്കുക എന്നുള്ളതായിരിക്കും ഈ ഘട്ടത്തിൽ അവർ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധി. UDFുമായി ഈ കാര്യത്തിൽ ഒരു ചർച്ച തുടങ്ങിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പേരാമ്പ്ര സീറ്റ് അവർക്ക് പ്രിയകരമായ, അല്ലെങ്കിൽ അവർക്ക് വിട്ടുകൊടുക്കാൻ സാധിക്കുന്ന ഒരു സീറ്റ് കൂടിയാണ്. പല പേരുകൾ ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അതൊക്കെ ചർച്ചയുടെ ആദ്യഘട്ടത്തിലായതുകൊണ്ട് ആ പേരുകൾ നമ്മളിപ്പോൾ പറയുന്നില്ല എന്ന് മാത്രം. ഓക്കെ, ഇതിലൂടെ എങ്ങനെയാണ് ലീഗിന്റെ നിലപാടെന്ന് കൂടി നമുക്കറിയണം. മുബഷീർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. മുബഷീർ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു ധാരണയുണ്ട്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പൊതു സ്വതന്ത്രനെ ഇറക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെയാണ് വെൽഫെയർ പാർട്ടിയിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഇത് ലീഗ് പേരാമ്പ്രയും പെരിന്തൽമണ്ണയും പരിഗണിക്കുന്നുണ്ട്. പെരിന്തൽമണ്ണ അറിയാവുന്നതുപോലെ ലീഗിന്റെ മണ്ഡലം കൂടിയാണ്. അപ്പോൾ അതിൽ എന്താണ് ലീഗിന്റെ നിലപാടുണ്ടാവുക ഇങ്ങനെയൊരു വിഷയത്തിൽ? മുബഷീർ. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. പരസ്യമായിട്ടുള്ളൊരു സഖ്യം, ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായിട്ടുള്ള വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ഒരു സഖ്യത്വം, ആ ഒരു സഖ്യ സംവിധാനത്തെ ഒരിക്കലും മുസ്ലിം ലീഗ് പിന്തുണയ്ക്കില്ല. നമുക്കറിയാം, നേരത്തെയൊക്കെ തന്നെ സമാനമായ രീതിയിൽ പരോക്ഷമായിട്ടുള്ള പിന്തുണ ഈ പറയപ്പെടുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ ഭാഗത്തുണ്ടായിരുന്ന സമയത്ത് പരസ്യമായിട്ട് അതിനെതിർത്ത UDFിൽ പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിലെ തന്നെ ET മുഹമ്മദ് ബഷീർ, അതുപോലെ ഒരു ഭാഗത്തുള്ള KM ഷാജിയെ പോലെയുള്ള നേതാക്കളൊക്കെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള സഖ്യം ചേരുന്നതിനെ നിശ്ചിതമായി വിമർശിക്കാറുണ്ട്, ജമാഅത്ത് ഇസ്ലാമിയെ വിമർശിക്കാറുണ്ട്. നമ്മളത് കാണുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നേരത്തെ VS രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പൊതു സമ്മതനെ സ്ഥാനാർത്ഥിയായി നിർത്തുന്നത് വഴി അത് UDFിൻ്റെ സ്ഥാനാർത്ഥിയായി വരുത്തി തീർക്കുക, അവരെ വിജയിപ്പിച്ചെടുക്കുക എന്നുള്ള ധാരണയിലേക്ക് മുസ്ലിം ലീഗ് എത്തുമെന്ന് വേണം മനസ്സിലാക്കാൻ. രണ്ട് മണ്ഡലങ്ങൾ, പേരാമ്പ്രയും പെരിന്തൽമണ്ണയും. പെരിന്തൽമണ്ണയിൽ ഇപ്പോൾ നജീബ് കാന്തപുരമാണ്, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതാവായിരുന്നു. പെരിന്തൽമണ്ണയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച MLA കൂടിയാണ് അദ്ദേഹം. ആ ഒരു മണ്ഡലം വിട്ടുകൊടുക്കാൻ മുസ്ലിം ലീഗ് തയ്യാറാകുമോ എന്നുള്ളതാണ് കാണേണ്ടത്. അങ്ങനെയാണെങ്കിൽ പേരാമ്പ്രയിലേക്ക് തന്നെയാകും എത്തുക. പേരാമ്പ്ര കഴിഞ്ഞ തവണ മുസ്ലിം ലീഗിൻ്റെ കയ്യിലുണ്ടായിരുന്ന സീറ്റ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു മുസ്ലിം ലീഗ് മത്സരിപ്പിച്ചിരുന്നത്. സ്വാഭാവികമായിട്ടും ആ രീതിയിലുള്ളൊരു രാഷ്ട്രീയ നീക്കം തന്നെയായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടത്തുക എന്നുള്ളതാണ്.
ഇതിനുശേഷം ഇക്കഴിഞ്ഞ 2 പ്രധാനപ്പെട്ട ഉപതെരഞ്ഞെടുപ്പുകളിലും ഈ പറയപ്പെടുന്ന വെൽഫെയർ പാർട്ടി ജമാഅത്ത് ഇസ്ലാമിയുടെ ഉൾപ്പെടെ പിന്തുണ ഗുണം ചെയ്തു എന്നുള്ളതാണ് മുസ്ലിം ലീഗിലെ ഒരു വിഭാഗത്തിന്റെ വിലയിരുത്തൽ. പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടുന്ന പ്രബല വിഭാഗത്തിന്റെ വിലയിരുത്തൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ആ നീക്കുപോക്ക് അങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ പാർട്ടിക്ക് മുന്നണിക്ക് അത് ഗുണം ചെയ്യുമെന്നുള്ളതാണ് മുസ്ലിം ലീഗിലെ ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. വിശേഷം വടക്കൻ കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ ഈ പറയപ്പെടുന്ന ജമാഅത്ത് ഇസ്ലാമിക്ക് സ്വാധീനമുണ്ട്. മലപ്പുറം, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകൾ ഉൾപ്പെടെ അവർക്ക് വിവിധ ഇടങ്ങളിൽ സ്വാധീനമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് UDF-നോടൊപ്പം ചേർത്ത് നിർത്തുകയാണെങ്കിൽ അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നുള്ളതാണ് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. പക്ഷേ മറ്റൊരു വിഭാഗം അതിനെ വലിയ രീതിയിൽ തന്നെ എതിർക്കുന്നുണ്ട്. രാഷ്ട്രീയ എതിരാളികൾക്കുള്ള ഒരു ആയുധമാക്കി മാറാനുള്ള സാധ്യത അതുണ്ടാകുമെന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ അത്തരത്തിലുള്ള എതിരഭിപ്രായങ്ങളൊക്കെ തന്നെ ഉണ്ടായെങ്കിലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അവരുടെ പിന്തുണ ഗുണം ചെയ്തല്ലോ എന്നുള്ളതാണ് മറുവിഭാഗം അതിന് മറുപടിയായി പറയുന്നത്. പരസ്യമായി തന്നെ VD സതീശൻ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചതായിരുന്നു. മതരാഷ്ട്രവാദം ഉൾപ്പെടെ അവർ പണ്ട് മുതൽ ഉന്നയിക്കുന്ന വാദങ്ങൾ ഇപ്പോഴില്ലല്ലോ എന്നുള്ളൊരു മറുപടിയായിരുന്നു അന്ന് VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത്. സ്വാഭാവികമായിട്ടും പക്ഷേ അങ്ങനെ വരുമ്പോൾ ഒരു സംശയം, ഞാനൊന്ന് രഞ്ജിത്തിലേക്ക് കൂടി രഞ്ജിത്തുണ്ടെങ്കിൽ മുബഷീർ, രഞ്ജിത്ത് ഈ പൊതു സ്വതന്ത്രനെ ഇറക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി ചിഹ്നത്തിൽ തന്നെ ആയിരിക്കില്ലേ ആ സ്ഥാനാർത്ഥി മത്സരിക്കുക? പക്ഷേ ജമാഅത്തെ ഇസ്ലാമി പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ ആ മണ്ഡലത്തിൽ നിർത്തേണ്ടി വരും എന്നത് മാത്രമല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഡോക്ടറും 2 തരത്തിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ ചില സ്ഥലങ്ങളിൽ വെൽഫെയർ പാർട്ടിയുടെ അല്ലാത്ത പൊതു സ്വതന്ത്രന്മാർ മത്സരിച്ചിരുന്നു. കോഴിക്കോട് കോർപ്പറേഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷണം കോഴിക്കോട് കോർപ്പറേഷനിലെ ചെറുവണ്ണൂർ ഭാഗത്ത്, നല്ലളം ചെറുവണ്ണൂർ ഭാഗത്ത് നടന്നിരുന്നു. അതിൽ പൊതു സ്വതന്ത്ര ചിഹ്നത്തിലാണ് മത്സരിച്ച്, പക്ഷേ UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിക്കപ്പെട്ടു, 2 വോട്ടിന് പരാജയപ്പെട്ടു. സമാനമായ രീതിയിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇറക്കി സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കാനുള്ള നീക്കവും, അതോടൊപ്പം ഇപ്പോൾ ലീഗിൻ്റെ സീറ്റാണെങ്കിൽ ലീഗിൻ്റെ ചിഹ്നത്തിലാണെങ്കിലും കോൺഗ്രസ് ചിഹ്നത്തിലാണെങ്കിൽ പോലും അങ്ങനെ മത്സരിക്കുമ്പോൾ പോലും അവരുടെ താല്പര്യമുള്ള ഒരാളെ നിർത്തുക, ഈ 2 സാധ്യതകളും പരീക്ഷിക്കുന്നുണ്ട്. രണ്ടാമത്തെ സാധ്യതയ്ക്കാണ് UDF വഴങ്ങാൻ സാധ്യത. ജമാഅത്തെ ഇസ്ലാമിക്ക് കൂടി താല്പര്യമുള്ള ഒരാളെ നിർത്തുക എന്നുള്ള അർത്ഥത്തിലായിരിക്കും സാധ്യത. പൊതു സ്വതന്ത്രം മത്സരിച്ചാൽ അത് സംസ്ഥാന വ്യാപകമായി തന്നെ ഒരു സഖ്യമായി വ്യാഖ്യാനിക്കപ്പെടും. നമുക്കറിയാം, ഹുസൈൻ രണ്ടത്താണിയൊക്കെ മത്സരിക്കുന്ന ഒരു സാഹചര്യം ഇടതുപക്ഷത്തിന് വ്യാഖ്യാനിക്കാൻ, വിശദീകരിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഒരു സാഹചര്യം വന്നു ചേരാതിരിക്കാനുള്ള മുൻകരുതൽ UDF എടുക്കുന്നുണ്ട്. ശരി, താങ്ക് യു മുബഷീറും ഒപ്പം VS രഞ്ജിത്തുമാണ് വിവരങ്ങൾ നൽകിയത്. വെൽഫെയർ പാർട്ടിയുടെ പേരിൽ മത്സരിക്കേണ്ട എന്നാണ് നിയമസഭയിലെ ധാരണ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ധാരണയുണ്ടാവും. അതേസമയം ജമാഅത്തെ ഇസ്ലാമിക്ക് കൂടി താല്പര്യമുള്ള ഒരു സ്ഥാനാർത്ഥിയെ പേരാമ്പ്രയിലോ പെരിന്തൽമണ്ണയിലോ മത്സരിപ്പിക്കാമോ എന്നതാണ് ഇപ്പോൾ വെൽഫെയർ പാർട്ടിയും പരിശോധിക്കുന്നത്.